തുടരുന്നു. ഈജിപ്ത് താഴ്വരയിൽ 40 ദിവസം പിന്നിടുന്നു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച രാജ്യം. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി വിധി ഉടനെ. പുഴയിൽ ഒഴുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത മുസ്ലിം രാജകുമാരി. വസ്തു ഇടപാടിൽ വൻ സാമ്പത്തിക തിരിച്ചടി, ദമ്പതികൾ പിരിക്കപ്പെട്ടു. 3.5 വർഷം തങ്ങളോടൊപ്പം കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്ന് ശിഷ്യന്മാർ. താൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് ശിഷ്യന്മാർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേലിന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരൻ കയ്യിൽ നേരിട്ട് പങ്കുള്ളതായി ഏക ദൃക്സാക്ഷിയും ന്യായാധിപതിയുമായ ദൈവം വെളിപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത കയ്യിനെ നാട് കടത്തി. തന്റെ സഹോദരനോടുള്ള അസൂയയാണ് കൊലയ്ക്ക് കാരണമായതെന്ന് കയ്യിൽ. വീടിന് സമീപത്ത് വയലിൽ വെച്ച് അടിച്ചാണ് സഹോദരനെ കൊലപ്പെടുത്തിയതെന്ന് കയ്യിൽ. പ്രശസ്ത പ്രവാചകനും യാരേദിന്റെ മകളുമായ ഹാനോക്കിനെ കാണാതായി. 365 വയസ്സായിരുന്നു. ദൈവത്തോടു കൂടി നടന്നതിനാൽ ദൈവം എടുത്തതാണെന്ന് ഒരു കൂട്ടം വിശ്വാസികൾ. എന്നാൽ ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഹാനോക്കിനെ തിരിച്ചെടുത്തു തുടങ്ങി. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ബാധകൾക്ക് സാക്ഷ്യം വഹിച്ച ഈജിപ്ത് മഹാരാജ്യം. കൂടുതൽ വിശദാംശങ്ങൾക്കായി ഈജിപ്തിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ജോയൽ ചേരുന്നുണ്ട്. ജോയൽ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കാമോ? ജോന, ഇവിടെ ഞാൻ മിസ്രൈം മഹാരാജ്യത്ത് നിൽക്കുകയാണ്. ഇവിടെ അതികഠിനമായി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ബാധകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന അനേക ബാധകൾ ഇവിടെ കടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നയിച്ച, കൂടാതെ കൂരിലിട്ട്, കൽമഴ തുടങ്ങിയിരിക്കുന്ന ബാധകളൊക്കെയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് കടിഞ്ഞൂൽ സംഹാരം എന്ന മഹാബാധയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കുന്നത് എന്നാണ് പ്രവാചകനായ മോശെ പറയുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് കിട്ടുന്ന വാർത്ത. കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് നൽകുവാനായിട്ട് സാധിക്കില്ല. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തുടർന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ സ്റ്റീഫനോടൊപ്പം റിപ്പോർട്ടർ ജോയൽ ചേരുന്നുണ്ട്. തിന്നരുതെന്ന് സൃഷ്ടാവ് കൽപ്പിച്ച വൃക്ഷഫലം തിന്നതിന് ദമ്പതികളെ ഏതെങ്കിലും നോക്കാൻ ദൈവം കൽപ്പിച്ച ദമ്പതികളായ ആദാമിനെയും ഹവ്വയുമാണ് അറസ്റ്റ് ചെയ്തത്. അബദ്ധം പറ്റിയാണ് ഈ പഴം തിന്നതെന്ന് ദമ്പതികൾ അറിയിച്ചു. സാത്താൻ തങ്ങളെ ചതിച്ചതാണെന്നും അവർ പറഞ്ഞു. നിർഭാഗ്യവശാൽ ഈ ദമ്പതികളെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി പകരം കെരുവുകളെ കാവലിനായി നിർത്തിയിട്ടുണ്ട്. പൗലോസിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ച യൂത്തിക്കോസ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. പുഴയിൽ ഒഴുകി നടന്ന പെട്ടകത്തിൽ നിന്നും കണ്ടെത്തിയ സുന്ദരനായ ശിശുവിനെ സ്വന്തം മകനാക്കി ഇസ്രായേൽ രാജകുമാരി. ദത്തെടുത്തതായി ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ദത്തെടുത്ത ശിശുവിനെ ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാലുട്ടി വളർത്താനായി സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ തനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണെന്നും ഇവൻ വളരുമ്പോൾ വലിയ ആളാകുമെന്നും രാജകുമാരി പറഞ്ഞതായി ഗോവിന്ദൻ അറിയിച്ചു. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച അനന്യാസിനെയും സഫീലയുടെയും കള്ളത്തരം അപ്പോസ്തല സംഘം കൈയോടിച്ചു. വസ്തു വിറ്റുകിട്ടിയ മുഴുവൻ തുകയും അവർ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി ബാക്കി തുക ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കെ ഇവർ അവിടെ കുഴിഞ്ഞു വീണ് മരിച്ചത്. പിന്നീട് കുറച്ച് യുവാക്കന്മാർ ചേർന്ന് ഇവരുടെ ശവസംസ്കാരം നടത്തി. ഉയർത്തെഴുന്നേറ്റ യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ. 3.5 വർഷക്കാലം തങ്ങളോടൊപ്പം സമയം ചെലവിടുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത യേശു തങ്ങൾക്ക് കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്നാൽ യേശു ദൈവപുത്രനാകിയാൽ താൻ പോയതുപോലെ മടങ്ങി വരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടാണ് താൻ പോയതെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. അടുത്തതായി കായിക വാർത്തകളിലേക്ക് സ്വാഗതം. കായിക വാർത്തകൾ. ഗലീല കടലിൽ നടന്ന മീൻപിടുത്ത മത്സരത്തിൽ ശിഷ്യന്മാർക്ക് 153 റൺസ് ലഭിച്ചു. പത്രോസിന് സെഞ്ചുറി. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ ബാലനായ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ച് സ്വർണം നേടി. യുവതാരമായ ദാവീദിന് ആകെ 16 വയസ്സും പ്രായം മാത്രമാണ്. കാലാവസ്ഥ. താൻ പറഞ്ഞില്ലാതെ ഇസ്രായേലിൽ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാ പുത്രനായ യേശുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ദേശത്തെങ്ങും 3 മണിക്കൂർ പാർക്കെട്ടുണ്ടാകുമെന്നും വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പ്. അതേസമയം സൂര്യനും പണിമുടക്കിൽ അയക്കുന്നതിനാൽ പ്രദേശനിവാസികൾ ജാഗ്രത പാലിക്കുക.
അടുത്ത ആഴ്ച 40 രാവും 40 പകലും നീണ്ടു നിൽക്കുന്ന വൻമഴയ്ക്ക് ജലപ്രളയത്തിനും സാധ്യതയെന്ന്